കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. CPIM ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനം 13, 14, 15 തീയതികളിൽ പൂക്കോട്ടുകാവിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പതാക കൊടിമരം ജാഥകൾ വ്യാഴാഴ്ച നടക്കും. പകൽ 2-ന് കുറുവട്ടൂരിലെ വി ഗംഗാധരൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ഏരിയ കമ്മിറ്റി അംഗം K ശ്രീധരൻ ക്യാപ്റ്റനായുള്ള പതാക ജാഥ ഏരിയ സെക്രട്ടറി P അരവിന്ദാക്ഷൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കോട്ടപ്പുറത്തുള്ള K കുഞ്ഞുണ്ണി സ്മൃതി മണ്ഡപത്തിൽ നിന്നും ഏരിയ കമ്മിറ്റി അംഗം M മോഹനൻ ക്യാപ്റ്റനായുള്ള കൊടിമര ജാഥ ജില്ലാ കമ്മിറ്റി അംഗം K പ്രേംകുമാർ MLA ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് 6-ന് പൂക്കോട്ടുകാവ് സ്കൂൾ പരിസരത്ത് പതാക കൊടിമരം ജാഥകൾ സമാപിക്കും. സംസ്ഥാന കമ്മിറ്റി അംഗം KS അലീഖ പതാക കൊടിമരം ഏറ്റുവാങ്ങും. സംഘാടക സമിതി ചെയർമാൻ K ജയദേവൻ പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്തും. വെള്ളിയാഴ്ച രാവിലെ 10-ന് സൗമ്യ കല്യാണ മണ്ഡപത്തിലെ വി ഗംഗാധരൻ നഗറിൽ പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കമ്മിറ്റി അംഗം KS അലീഖ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ A പ്രഭാകരൻ MLA, S അജയകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം K പ്രേംകുമാർ MLA എന്നിവർ പങ്കെടുക്കും. 120 സമ്മേളന പ്രതിനിധികളും 18 ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 138 പേർ പങ്കെടുക്കുന്ന പ്രതിനിധി സമ്മേളനം ശനിയാഴ്ച സമാപിക്കും. ഞായർ പകൽ 3-ന് ആലുംകുളത്തു നിന്നും 800-ലധികം റെഡ് വളണ്ടിയർമാർ പങ്കെടുക്കുന്ന മാർച്ചും പൂക്കോട്ടുകാവ് ലോക്കൽ കേന്ദ്രീകരിച്ചുള്ള ബഹുജന പ്രകടനവും നടക്കും. വൈകിട്ട് 5-ന് പൂക്കോട്ടുകാവ് സ്കൂളിന് സമീപമുള്ള ഗ്രൗണ്ടിൽ സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ഉദ്ഘാടനം ചെയ്യും. പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി രാജ്യത്തെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘടകങ്ങളും സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് പാർട്ടി കോൺഗ്രസിന് തയ്യാറെടുക്കുകയാണ്. 164 ബ്രാഞ്ചുകളുടെയും 9 ലോക്കൽ ഘടകങ്ങളുടെയും സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഏരിയ സമ്മേളനം. നമ്മൾ ആദ്യം തീരുമാനിച്ചത് നവംബർ 17, 18 തീയതികളിലാണ്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പെല്ലാം വന്ന സാഹചര്യത്തിൽ സമ്മേളനത്തിന്റെ ഷെഡ്യൂളാകെ പാലക്കാട് ജില്ലയിൽ മാറ്റി തീരുമാനിക്കേണ്ട സാഹചര്യം വന്നു. അതനുസരിച്ചുകൊണ്ടാണ് 13, 14, 15 തീയതികളായിട്ട് പൂക്കോട്ടുകാരിൽ വെച്ച് സമ്മേളനത്തിൽ ഇതിന്റെ പ്രവർത്തനത്തിൽ സംഘാടനത്തിന് ആവശ്യമായ ചെലവുകൾ കണ്ടെത്തുന്നത് പൂർണ്ണമായും ജനകീയമായ ഫണ്ടിങ്ങിലൂടെയാണ്. പൂക്കോട്ടുകാവിലെ 22 ബ്രാഞ്ച് ഘടകങ്ങൾ 55 ഘടകങ്ങൾക്ക് താഴെ 1600 വീടുകളിലാണ് പാർട്ടി ജനങ്ങൾക്കിടയിൽ നൽകിയിട്ടുള്ള പ്രത്യേകമായ കുട്ടികകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വരുമാനത്തിന്റെ ഒരു അംശം ഇതിലേക്ക് മാറ്റിവെക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഓരോ വീട്ടിലേക്കും കുണ്ടിക വിതരണം നടത്തി 1 മാസം അതിന് അവർക്ക് സമയം അനുവദിച്ചുകൊണ്ട് ആ കുണ്ടിക വഴി ശേഖരിക്കുന്ന തുക ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം ജനകീയമായി സംഘടിപ്പിക്കാൻ സംഘാടക സമിതി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സമ്മേളനം നടക്കുന്നത് സൗമ്യ കല്യാണ മണ്ഡപത്തിൽ പ്രത്യേകമായി സജ്ജമാക്കുന്ന പാർട്ടിയുടെ മുൻ ഏരിയ സെക്രട്ടറി വി ഗംഗാധരേട്ടന്റെ നാമധേയത്തിന്റെ പദ്ധതിയിലാണ് ഡിസംബർ 13, 14 തീയതികളിലെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രനാണ്. സമ്മേളനത്തില് KS അലീഖ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീകൃഷ്ണത്തെ പാർട്ടി പ്രവർത്തന ശാഖയിൽ നിൽക്കുന്ന നാടിന്റെ പൊതുവായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന എല്ലാ മേഖലയിലുമുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പരിശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് CPIM അതിന്റെ സമ്മേളനങ്ങളെയും അനുബന്ധ പ്രവർത്തനങ്ങളെയും ഒക്കെ കാണുന്നത്. ഈ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ആയിട്ട് മാധ്യമങ്ങളും വാർത്തയാക്കുന്ന ഒരു കാര്യം, നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഫൈനൽ ഇയറിൽ പഠിക്കുന്ന കുട്ടികൾ വെള്ളത്തിൽ പെട്ട് മരണപ്പെട്ടത്. കരിമ്പുഴ പുഴയിൽ 300ഓളം വരുന്ന കുട്ടികൾക്ക് ഒരു പ്രസ്ഥാനം അതിന്റെ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് സൗജന്യമായി നീന്തൽ പഠിപ്പിക്കുക. അപ്പൊ എങ്ങനെയാണ് ഒരു നാടിന്റെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളെ, ഭാവിയെ കരുപ്പിടിപ്പിക്കുന്നതിലൊക്കെ വളരെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഒരു പാർട്ടി ഇടപെടുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒന്നും എടുത്തു പറയാനുള്ള ഒരു കാരണം ഇതാണ്. അതുപോലെ തന്നെ നടത്തിയിട്ടുള്ള അനുബന്ധ പരിപാടിയായിട്ടുള്ള ഹാപ്പിനെസ് ഫസ്റ്റ്, ആ നിലയിലൊക്കെ ഈ സമ്മേളനം പൂക്കോട്ടുകാവിൽ നടക്കുന്ന പാർട്ടിയുടെ 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ഏരിയ സമ്മേളനത്തെ വ്യത്യസ്തമാക്കാൻ, സർഗാത്മകമാക്കാൻ,
എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഉത്സവമാക്കാൻ പാർട്ടി സ്വാഭാവികമായിട്ടും ഈ പാർട്ടി വാർത്താ വിശ്വസിക്കുന്ന സമ്മേളനത്തിൽ സംഘടക സമിതി കൺവീനർ ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ, ചെയർമാൻ കെ ജയദേവൻ, ജില്ലാ കമ്മിറ്റി അംഗം കെ പ്രേംകുമാർ MLA, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ശ്രീധരൻ, എം മോഹനൻ എന്നിവർ പങ്കെടുത്തു.